ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചീരുവിന് ഇനി ലതികയുടെയും കൂടി സംശയം വരികയാണ് കേട്ടോ. ലതികയും ചീരുവിനെ സംശയിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ ചീരു ആകെ തകർന്നു പോവാണ്. താൻ ഇത്രയും കാലം സ്വന്തം അമ്മ, അച്ഛൻ, ആ അമ്മക്കും അച്ഛനും വേണ്ടി താൻ തൻ്റെ ജീവിതം ഇത്രയും പരാജയമാണെന്ന് അറിഞ്ഞിട്ടും താൻ സ്നേഹിച്ചിട്ടും തനിക്ക് അമ്മയിൽ നിന്ന് കിട്ടിയ ആ തിരിച്ചടി കാണുമ്പോൾ ചീരു വല്ലാതെ അങ്ങ് തകർന്ന് ഒന്നുമല്ലാതായി പോവാണ് കേട്ടോ. തൻ്റെ മുന്നിൽ ഇനി ഒരു വഴിയില്ല. താൻ എവിടെ പോവും? രണ്ട് കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളെ എങ്ങനെ നോക്കും എന്നുള്ള ആ ഒരു മനോവേദനയൊക്കെയായി ചീരുവിൻ്റെ ഉള്ളിൽ വരികയാണ് കേട്ടോ. ഈ സമയം ചീരുവിനെ നിരീക്ഷിച്ചും കൊണ്ട് തന്നെ ലതിക നടക്കുകയാണ്. എന്നാൽ ഈ സമയം സത്യനാണെങ്കിലോ ആകെ ഒരു മനസ്സിലെ ഉള്ളുകളികൾ പറയാനുള്ളത് അത് മനീഷയും അതുപോലെ പ്രതിഭയുമായിരുന്നു. പക്ഷേ രണ്ടുപേരും തന്നിൽ നിന്ന് അകലാണെന്ന് മനസ്സിലാക്കാണ്. മനീഷയുമായി കൂടുതലാണ് അടുക്കുമ്പോൾ ഇനി സഞ്ജുവിൻ്റെ സ്വഭാവത്തിനും അതുപോലെ തന്നെ കനകരാജൻ്റെയും സിന്ധുവിൻ്റെയൊക്കെ സ്വഭാവത്തിൽ മാറ്റം വരികയാണ്. മനീഷ കൂടുതൽ അടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും തൻ്റെ സത്യനുമായി അടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും തൻ്റെ മകളുടെ ജീവിതം തകരുമെന്ന് മനസ്സിലാക്കുന്ന സിന്ധുവും കനകരാജനും മനഃപൂർവ്വം ഇനി സത്യനെ ഒഴിവാക്കണം കേട്ടോ. അങ്ങനെ സത്യൻ വല്ലാതെ വേദനിക്കുകയാണ്. ചീരുവിൻ്റെ ആ ഒരു അവസ്ഥ ആലോചിക്കുമ്പോൾ സത്യന് വല്ലാതെ വേദനയാവുകയാണ്. അങ്ങനെ സത്യൻ ഇനി ഒരു തീരുമാനമെടുക്കുകയാണ്. എന്തായാലും വേണ്ടില്ല, എൻ്റെ ചീരു, ആ ചീരുവിനോട് ഇനി ഞാൻ ഉള്ളു തുറന്ന് സംസാരിക്കണം. ഞാൻ എൻ്റെ മനസ്സിൽ ഇന്നും അന്നും എന്നും കൊണ്ട് നടന്നിരുന്ന എൻ്റെ ചീരുവിനോടുള്ള സ്നേഹം അത് ആത്മാർത്ഥമുള്ള സ്നേഹം തന്നെയാണ്. അവളില്ലാതെ എനിക്ക് വേറൊരു പെണ്ണിനെ കഴിയില്ല. എൻ്റെ ചീരു എന്നെ മനസ്സിലാക്കിയതുപോലെ ലോകത്ത് ആരും എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്ന് മനസ്സിലാക്കുന്ന സത്യൻ ഇനി ഒരു തീരുമാനത്തിലെത്തുകയാണ് കേട്ടോ. അങ്ങനെ സത്യൻ പിന്നീട് ചീരുവിനെ വിളിക്കുകയാണ്. ഈ സമയം ചീരുവാണെങ്കിൽ ആകെ തകർന്ന് നിൽക്കുകയാണ്. വിനയൻ്റെ സ്വഭാവം, വിനയൻ്റെ അമ്മയുടെ സ്വഭാവത്തിൻ്റെ മാറ്റം, അതുപോലെ സിംഗപ്പൂർ അമ്മാവൻ വന്നതുകൂടി ആ വീട് ആകെ മാറി മറിഞ്ഞിരിക്കുന്നു. സത്യനും ചീരുവുമായി ഇല്ലാത്ത ബന്ധം ഇപ്പോഴും ഉണ്ടെന്ന് പറയുമ്പോൾ അതിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് സത്യൻ്റെ വിളി വരുന്നത് കേട്ടോ. അങ്ങനെ സത്യേട്ടനാണല്ലോ എന്ന് കരുതി ചീരു ഫോൺ എടുക്കുകയാണ്. ഈ സമയം ചീരുവിനോട് സത്യം പറയാണ്. ചീരു, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മനസ്സിലുള്ളത് അത് എനിക്ക് ഒളിപ്പിച്ച് വെക്കാൻ കഴിയില്ല. അത് നിന്നോട് പറയണമെന്ന് തോന്നി. പറഞ്ഞത് തെറ്റാണെങ്കിൽ നീ അങ്ങ് തിരിച്ചെടുത്തേക്ക്. ഞാൻ എന്നും അന്നും ഇന്നും നിന്നെ ഒരേ കണ്ണിലൂടെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ നീ വിവാഹം കഴിഞ്ഞപ്പോൾ നിന്നെ ഞാൻ എൻ്റെ കോണിൽ ആ ഒരു സ്നേഹം വെച്ചിരുന്നു. പക്ഷേ ആ അർത്ഥത്തിൽ ഞാൻ നിന്നോട് പെരുമാറിയിട്ടില്ല. പക്ഷേ എങ്കിലും ഞാനും നീയും തെറ്റിദ്ധരിക്കപ്പെട്ട ജീവിതമാണ് മുന്നോട്ട് പോകുന്നത്. വിനയൻ എന്നും ആ കണ്ണിലൂടെ നമ്മളെ കാണുന്നു. അതുകൊണ്ട് ചീരു, അതുകൊണ്ട് സത്യേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നീ ഇനി വിനയനെ ഒഴിവാക്കി വരികയാണെങ്കിൽ നിൻ്റെ കുഞ്ഞുങ്ങളെയും നിന്നെയും ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന ചീരുവിന് വാക്കുകളില്ല. പറയാൻ എന്താണെന്ന് പറയേണ്ടതെന്ന് അറിയുന്നില്ല. അത്രയും സന്തോഷത്തോടു കൂടി ചീരു പറയാണ്. ഇപ്പോഴാണ് സത്യേട്ടൻ ഒരാണായത് എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന സത്യന് ഒരുപാട് സന്തോഷമാവാണ്. ഇത് കേട്ട ഉടൻ തന്നെ സത്യം പറയാണ്, നീ അതിന് സമ്മതമല്ലേ എന്ന് പറയുമ്പോൾ തീർച്ചയായും മടുത്തു സത്യേട്ട. ചെയ്യാത്ത തെറ്റിൻ്റെ പേര് പിന്നെയും ഇട്ട് കൊല്ലാക്കൊല ചെയ്യുമ്പോഴുള്ള ആ വേദന എനിക്ക് ആരോട് പറയണമെന്ന് അറിയില്ല. എൻ്റെ അച്ഛൻ്റെ മാനസികാവസ്ഥ സത്യേട്ടനെ അറിയാലോ. അവിടുത്തെ പ്രശ്നങ്ങളും, ഒരു മകൾ കഴിഞ്ഞ ഒരു മകൾ, ആ പാവം മനുഷ്യനെ ഇനി ഞാൻ വീണ്ടും ചെന്ന് കഴിഞ്ഞാൽ ആ പാവം മനുഷ്യൻ്റെ ചങ്ക് തകരുമോ എന്നൊരു പേടി എന്നിലുണ്ട് എന്ന് പറയുമ്പോൾ സത്യം പറയണം. മതി ചീരു, എന്തിനാ നീ ഇങ്ങനെ അവൻ്റെ മുന്നിൽ എന്നും ഉരുകി ജീവിക്കുന്നത്? മതി. വിനയനെ പോലെയുള്ള ഫ്രോഡിനെ ഒഴിവാക്കി ഇനി ഞാൻ നിന്നെ സംരക്ഷിച്ചോളാം എന്ന് സത്യൻ വീണ്ടും പറയുമ്പോൾ ചീരുവിന് എന്താണെന്ന് പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ. അത്രയും സന്തോഷവതിയായി ചീരു ഇനി സത്യൻ്റെ കൂടെ ജീവിക്കാനുള്ള ആ ഒരു സീനിലോട്ട് കഥ എത്തിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്രൊമോ ആണ് ഇത് വന്നിട്ടുള്ളത്. അങ്ങനെ ചീരുവും സത്യനും സ്വപ്നങ്ങൾ കാണുകയാണ്. പണ്ട് സ്നേഹിച്ചിരുന്നതും ഒപ്പം നടന്നിരുന്നതും പിന്നീട് താൻ അകന്നിരുന്നതും ആ ഒരു മാനസികാവസ്ഥയൊക്കെ ഇങ്ങനെ കണ്ണിലൂടെ ഇങ്ങനെ ചീരുവും അതുപോലെ തന്നെ സത്യനും ഇങ്ങനെ കണ്ണിൽ കാണുക കേട്ടോ. ചീരുവാണെങ്കിലോ എനിക്കെൻ്റെ സത്യേട്ടൻ്റെ കൂടെ ജീവിച്ച ആ ജീവിതം അതൊരു ജീവിതം തന്നെയാണ്. കുറച്ച് കാലമാണെങ്കിലും സത്യേട്ടനൊപ്പം പ്രണയിച്ച് നടന്നിരുന്ന ആ ഒരു നല്ല കാലം അതൊരു നല്ല കാലം തന്നെയാണ്. ഇത്രയും കാലം വിനയേട്ടനിൽ നിന്ന് കിട്ടിയത് ആ ഒരു തിരിച്ചടി കൊടുക്കാൻ ഏറ്റവും നല്ലത് സത്യേട്ടൻ തന്നെയാണ് നല്ലത്. സത്യേട്ടൻ്റെ കൈകളിൽ ഞാൻ എപ്പോഴും ഭദ്രമായിരിക്കും. സത്യേട്ടൻ എന്നെ പൊന്നുപോലെ നോക്കും എന്ന് ചീരു മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇനി ചീരു വിനയനെയും വിനയൻ്റെ അമ്മക്കും തിരിച്ചടി കൊടുത്ത് ആ വീട്ടിൽ നിന്നും പടിയിറങ്ങാൻ കേട്ടോ. ഇനിയാണ് ചീരു ആ സത്യം
പറയുന്നത് ചീരി പറയുന്നുണ്ട്, എൻ്റെ അച്ഛനോട് സത്യേട്ടൻ തന്നെ പറയണം എന്ന് ചീരി പറയുന്നുണ്ട്. അങ്ങനെ ഇനി സത്യം വന്ന് തന്നെ മാഷിനോട് കാര്യങ്ങൾ പറയാണ് കേട്ടോ. മാഷിനോട് പറയും, ഇതിന്ന് പ്രമോയിലുള്ളതല്ല, ഇനി വരാനുള്ളതാണ്. അപ്പോൾ മാഷിനോട് ചീരി പറയാണ്, അതായത് സത്യം പറയാണ്, ഞാൻ ചിരുവിനെ സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. അത് ചിരുവിൻ്റെ വിവാഹം വരെ. പിന്നെ ചിരുവിനെ ഞാൻ ആ ഒരു കണ്ണിലൂടെ ഇന്നേ വരെ കണ്ടിട്ടില്ല. എന്നാലും അവളുടെ ജീവിതം തകരാനുള്ള ഒരു കാരണക്കാരൻ ഞാനും കൂടിയല്ലേ എന്നൊരു വേദന എന്നിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചീരുവിന് ഞാൻ എല്ലാ സഹായവും ചെയ്തു കൊടുത്തിരുന്നത്. പക്ഷേ ചീരുവും ഞാനും ആ കണ്ണിലൂടെ പിന്നീട് വിവാഹശേഷം കണ്ടിട്ടില്ല. പക്ഷെ ചെയ്യാത്ത തെറ്റിൻ്റെ പേര് പിന്നെയും എൻ്റെ അമ്മയും വിനയനും ഇങ്ങനെ എന്നെ ഞങ്ങളെ ഇട്ട് ക്രൂശിക്കുമ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മാഷ് തന്നെ ഇതിനൊരു തീരുമാനം എടുക്കണം. അതുകൊണ്ട് ചീരുവിനെയും കുഞ്ഞുങ്ങളെയും ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. എനിക്ക് ചീരുവിനെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ പൊന്നുപോലെ നോക്കിക്കോളാമെന്ന് സത്യൻ ഇങ്ങനെ മാഷിനോട് പറയുമ്പോൾ മാഷ് പറയുന്നുണ്ട്, അപ്പം നിൻ്റെ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയേക്കാൾ വലുതാണ് ചീരു. കാരണം എൻ്റെ അമ്മക്ക് നല്ലതേത് ചീത്തതേതെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ കെട്ടിയ പെണ്ണിനെ സംരക്ഷിക്കാനുള്ള ആ ഒരു ഇത് എനിക്കുണ്ട്. എൻ്റെ ഇന്ദ്രട്ടൻ്റെ പോലെയല്ല. അമ്മയുടെ വാക്കുകൾ കേട്ട് തെറ്റും ശരിയും ഏതെന്ന് തിരിച്ചറിഞ്ഞ് അത് വേർതിരിച്ച് എടുക്കാനും എനിക്ക് കഴിവുണ്ട്. എന്ന് വെച്ച് എൻ്റെ അമ്മയെ ഞാൻ ഉപേക്ഷിക്കുമെന്നല്ല പറഞ്ഞത്. അമ്മയുടെ വാക്കുകൾ ഭാര്യയെ തള്ളിപ്പറയുന്ന ആ പ്രവൃത്തി ഞാൻ ചെയ്യില്ല. ചീരു എൻ്റെ കൈക്കുള്ളിലായിക്കഴിഞ്ഞാൽ അവൾക്ക് കണ്ണുനീരെന്തെന്ന് അറിയേണ്ടി വരില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ഇത് കേട്ട രഘുവിനും അതുപോലെ മഞ്ചാടിക്കും പിന്നീട് അമ്പിളിക്കും എല്ലാവർക്കും നല്ല സന്തോഷം തന്നെയായിരിക്കും. പക്ഷേ അവിടെ സത്യനോട് അമ്പിളി പറയും, നിൻ്റെ അമ്മ തന്നെ ഇവിടെ നിനക്ക് പെണ്ണ് ചോദിച്ച് വരണം ചീരുവിനെ. തീർച്ചയായും ചീരു നിൻ്റെ പെണ്ണ് തന്നെയാണ്. എന്നാലും നിൻ്റെ അമ്മയുടെ അഹങ്കാരത്തിന് ഒരു കൊമ്പൊടിക്കാൻ അത് തന്നെയാണ് ഞങ്ങളിൽ നല്ലൊരു വഴി. അപ്പം നിൻ്റെ അമ്മ തന്നെ ഇവിടെ വരണം. അതല്ലെങ്കിൽ സത്യം നീ വേറൊരു വീടെടുത്ത് താമസിക്കുകയാണെങ്കിൽ ചീരുവിനെ വിടാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാഷും ചീരുവും സത്യനുമായുള്ള ആ ബന്ധത്തിന് മുതിരയാണ്. എന്നിട്ട് മാഷി ചീരുവിനോട് ചോദിക്കും, മോളെ നിനക്ക് സത്യനുമായി മുന്നോട്ട് പോവാൻ ഇനി പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, മടുത്തു വെച്ചാൽ എല്ലാം കൊണ്ടും മടുത്തു. ഞാൻ ഇത്രയും കാലം അവിടെ ജീവിച്ചത് വിനേട്ടൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. വിനേട്ടന് അമ്മയും അച്ഛൻ അവിടെ ഇല്ല, പക്ഷെ അമ്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. ആ അമ്മയും വിനേട്ടൻ്റെ വാക്കുകൾ കേട്ട് സംശയക്കണ്ണിലൂടെ എന്നെ കണ്ടു കഴിഞ്ഞാൽ, നാളെ വിനേട്ടൻ്റെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ ആ കണ്ണിലൂടെ കണ്ടു കഴിഞ്ഞാൽ എനിക്കത് താങ്ങില്ല അച്ഛ. കാരണം ഞാൻ അവരെ എനിക്ക് എൻ്റെ അമ്മയായി കണ്ട ആ അമ്മ എന്നെ സംശയിക്കുന്നെന്നറിഞ്ഞാൽ എനിക്ക് കഴിയില്ല അച്ഛാ. ഇനി എനിക്ക് ആ വീട്ടിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയട്ടോ. അങ്ങനെ ഇനി നല്ല കിടുക്കൻ എപ്പിസോഡ് തന്നെയാണ്. ചീരുവും സത്യനും ഒന്നിക്കുന്ന ആ മുഹൂർത്തം എത്തി, ആ പ്രൊമോയും എത്തി. അതുപോലെ തന്നെ നമ്മുടെ മഞ്ചാടിക്കുള്ളിൽ ഇനി ഗോകുലിനോട് പ്രണയം പൂവിടാണ്. അതായത് ഗോകുൽ പറയുന്നുണ്ടല്ലോ, ഒരിക്കലും മഞ്ചാടിയെ ഇനി പെണ്ണ് ചോദിച്ച് ചെല്ലേണ്ട, മഞ്ചാടി തന്നെ എന്നെ വേണമെന്ന് പറഞ്ഞ് മഞ്ചാടി ഉറപ്പാണ് എൻ്റെ അച്ഛൻ്റെ മുന്നിൽ വരും അച്ഛ എന്ന് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു മുഹൂർത്തം ഇനി എത്തും. മഞ്ചാടിക്ക് ജീവരാജിനെ കൊണ്ടു നടന്നതുപോലെ തന്നെ ഇനി മഞ്ചാടി ആ കോളേജിൽ പഠിക്കുമ്പോൾ മഞ്ചാടി ഗോകുലിനെമായി നടക്കൂട്ടോ. ഗോകുലിനെമായി എല്ലാ സ്ഥലങ്ങളിലും നടക്കും, ഹോട്ടലിൽ വരെ എത്തും. അപ്പോഴേക്കും മഞ്ചാടിയോട് ഇങ്ങനെ എന്ത് പറയുന്നുണ്ട്, റിമേക്കിൽ ഇങ്ങനെയൊന്നും അതിരുകടക്കരുത് എന്ന് അത്രയും നല്ല പ്രണയമായി മാറും. നീ വിവാഹം കഴിക്കാത്ത പെൺകുട്ടിയാണ്, സംഭവം എൻ്റെ ഏട്ടനൊക്കെ തന്നെയാണ്, പക്ഷേ ഇത്രയും അതിരുകടക്കരുത്, വിവാഹശേഷം ഇങ്ങനെയൊക്കെ ആവാം എന്ന് പറയുന്ന നല്ല മുഹൂർത്തങ്ങളും എത്തുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം സുശീലയാണെങ്കിലോ കുഞ്ഞിനെ അനുപമ അങ്ങോട്ടേക്ക് വരുമെന്ന പ്രതീക്ഷയോട് കൂടി ഇരിക്കുമ്പോൾ സുശീലക്ക് കുഞ്ഞിനെ നോക്കാൻ പറ്റാത്ത ആ മാനസികാവസ്ഥ എത്തും. കാരണം സുശീലക്ക് കുഞ്ഞിനെ നോക്കാനൊന്നും കഴിയില്ല, മറ്റുള്ളവർ പണി ചെയ്ത് അത് കഴിക്കാൻ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് അവിടെ കിടന്ന് ബുദ്ധിമുട്ടുമ്പോൾ സോനയും ഭാനുവമ്മയും ഇന്ദ്രൻ്റെ നേർക്ക് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഉച്ചുമോൻ തന്നെ എൻ്റെ അമ്മയുടെ അടുത്തോട്ട് പോകണമെന്ന് പറയും. അങ്ങനെ ഇന്ദ്രൻ തന്നെ അനുപമയുടെ അടുത്തോട്ട് കുഞ്ഞിനെ കൊണ്ടുവിടും. പിന്നീട് അമ്മയുടെ യഥാർത്ഥ മുഖം മൂടി അവിടെ പൊളിഞ്ഞു വീഴാണ്. സുശീല തന്നെ മുട്ടുകുത്തും, എനിക്ക് കഴിയില്ല ഇനി മുന്നോട്ട് പോകാൻ, അതുകൊണ്ട് തന്നെ ഇനി അനുവിനെ തിരികെ വിളിച്ചു കൊണ്ടുപോവാ എന്ന് പറയാണ്. അപ്പോഴേക്കും ഇപ്പുറത്ത് ഹർഷയുടെ പ്രശ്നങ്ങൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ, അതിൽ നിന്നും തിരിച്ചടി ഇനി കിട്ടാനിരിക്കുന്നേ ഉള്ളൂ. തൻ്റെ മകനെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തതിലും തനിക്ക് ഹർഷയിൽ നിന്നൊരു പേരക്കുട്ടി ജനിക്കാൻ പോകുമെന്ന് അറിയുന്നതിലും ഇനി വലിയൊരു തിരിച്ചടിയാണ് കേട്ടോ കിട്ടാനുള്ളത്.